ലക്ഷ്മി എന്താ ലക്ഷ്മി സംഭവിച്ചത്? എനിക്കൊന്നും പറയാനില്ല. എന്തിനാണ് സുഹൃത്തെ എന്നോട് വിളിച്ചു പിടിക്കുന്നത്? ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഈ കമ്പനി? എനിക്കറിയില്ല. സേത പറയുന്നു സേത പൂർണ്ണമായിട്ട് രാജിവെച്ചു, ഞാനും രാജിവെച്ചു, അംഗത്വം ഉപേക്ഷിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഒരു സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഒരു സൈഡ് പറയുന്ന നരേഷൻ മാത്രം വിശ്വസിക്കുന്നു. ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? അതിന് മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. മതി 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 മതി, ഇനി ഒരു അക്ഷരം പറയണ്ട. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്തെ സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ലക്ഷ്മി ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായതായി ലക്ഷ്മി സംശയിക്കുന്നു? ഗൂഢാലോചന ഒന്നും എനിക്ക് പറയാനില്ല ചേട്ടാ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കാണാത്ത കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്ന് പറയുന്നു. ഞാൻ അത് എനിക്കുൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന്. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷർ റേറ്റില്ല, കണക്കുകൾ ശരിയല്ല. സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്.